അമ്മേ ശരണം ദേവി ശരണം. അപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ കാവിലാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, തിരുവോണം നാളിൽ, അതായത് മീനമാസത്തിലെ തിരുവോണം നാളിൽ കോഴിക്കല്ലുകൾ വടക്കേ നടയിലുള്ള 2 മൂടി അവിടെ തച്ചോളി തറവാട്ടുകാരും അതുപോലെ തന്നെ ഭഗവതി തറവാട്ടുകാരും ആചാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അശ്വതി, രേവതി, ഭരണി ഇങ്ങനെയുള്ള നാളുകളെല്ലാം കഴിഞ്ഞു. മീനഭരണി മാസത്തിലെ ഏറ്റവും അവസാനത്തെ, അല്ലെങ്കിൽ ഈ ഭരണി മഹോത്സവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വടക്കേ നടയിൽ മൂടിയ കോഴിക്കല്ലുകൾ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കൊടുങ്ങല്ലൂർ കാവില് ഏത് ചടങ്ങുകളാണെന്നുണ്ടെങ്കിലും അതിനെല്ലാം വിവിധ കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ സമുദായക്കാർക്കോ അവകാശങ്ങളുള്ളതാണ്. അതിലും ഈ ഒരു കോഴിക്കല്ലിൻ്റെ കാര്യത്തിലും അവകാശങ്ങളുണ്ട്. അവരുമായിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഇവിടെ ഏത് തറവാട്ടുകാരാണ് ഇതിന് അവകാശം സിദ്ധിച്ചിരിക്കുന്നത്? കോഴിക്കല്ല് പുനഃസ്ഥാപിക്കുന്നതിന് അവകാശം സിദ്ധിച്ചിരിക്കുന്നത് വയമ്പനാട്ട് തറവാട്ട്. വയമ്പനാട്ട് തറവാട്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പോൾ അടികൾമാരുടെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കേസുകളിലൊക്കെ മരുമക്കത്തായം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ മരുമക്കത്തായമോ മക്കത്തായമോ ഏതാണ്? ഇത് മക്കത്തായ ആചാരപ്രകാരമാണ് ഞങ്ങളിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മക്കത്തായം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കും അവകാശമുണ്ടോ? അതിൽ സ്ത്രീകളും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കൂട്ടുകുടുംബം പോലെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിർവഹിക്കുന്നത്. ഇവിടെ ഈ ഒരു ചടങ്ങ് നിർവഹിക്കുമ്പോൾ ഇപ്പോ പല ചടങ്ങുകളിലും അവകാശങ്ങളുള്ളവർക്ക് അതിനുള്ള പ്രതിഫലങ്ങളും ഉണ്ട്. അപ്പോ ഈ ഒരു ചടങ്ങ് നിങ്ങൾ നിർവഹിക്കുന്നതിന് നിങ്ങൾക്കുള്ള ഒരു പ്രതിഫലം എന്ന് പറയാൻ പറ്റില്ല, അമ്മയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എന്താണ്? ശരി, ഞങ്ങൾക്ക് ഈ മീനമാസിലെ അശ്വതി കാവുതീണ്ടല്ലേ, കാവുതീണ്ടൽ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ച് കഴിഞ്ഞ് അടികൾ പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് തവിട്ടുമുത്തി, ഈ ക്ഷേത്രത്തിന് പുറത്തിരിക്കുന്ന തവിട്ടുമുത്തിയുടെ അവിടെ വരുന്ന വഴിപാടുകൾ സ്വീകരിക്കാനായിട്ടുള്ള അവകാശം ഞങ്ങൾക്കാണ്. അവിടെ എന്ത് വഴിപാടുകൾ വന്നാലും പ്രധാനമായിട്ടും തവിടാണ് വരുന്നത്. പിന്നെ ദക്ഷിണകളിടും. ഇതെല്ലാം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോ അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പൊ തവിട്ടുമുത്തിയുടെ അവിടെ ഇരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് വേറെ കുടുംബക്കാരാണ്? അത് വേറെ കുടുംബക്കാരാണ് അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് മാത്രം തൃച്ചന്ദനച്ചാർത്ത് പൂജ കഴിയുമ്പോൾ തവിട്ടുമുത്തിയുടെ അവകാശം ഞങ്ങൾക്കാവും. വേറെ ഇവിടെ ഈ കോഴിക്കല്ല് പുനഃസ്ഥാപിക്കുക എന്നുള്ളതല്ലാതെ രാവിലെ ഞാൻ നോക്കിയപ്പോ ഇവിടെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതും ഞങ്ങളുടെ ചുമതലയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്ര പരിസരം മുഴുവനും അത് വൃത്തിയായി അടിച്ച് അതൊക്കെ ശുദ്ധീകരിക്കണം. അതിന് ഞങ്ങളുടെ സഹോദരിമാര്, തറവാട്ടിലുള്ള മറ്റ് സഹോദരിമാരും 41 ദിവസം വ്രതം എടുത്തിട്ട് അവര് അതിൻ്റെതായ രീതിയിൽ പുതിയ ചൂലുണ്ടാക്കി വന്ന് ദേവിയുടെ തിരുമുറ്റം അടിച്ച് തെളിച്ച് ശുദ്ധിയാക്കും. പിന്നെ നടപ്പന്തലുകൾ എല്ലാനും കഴുകി വൃത്തിയാക്കണം. ഇതെല്ലാനും ഞങ്ങളുടെ ചുമതലയാണ്. ഈ അവകാശം നിങ്ങൾക്ക് സിദ്ധിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചരിത്ര രേഖകളുണ്ടോ? ചരിത്ര രേഖകൾ എന്ന് വെച്ചാൽ ഇത് കൈമാറി വന്നിട്ടുള്ള അറിവാണ് ഞങ്ങളിലേക്ക് കിട്ടിയത്. ഞങ്ങളുടെ അച്ഛൻ്റെ അങ്ങനെ മുത്തച്ഛന്മാര് വരെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. മുത്തച്ഛൻ, അച്ഛന്റെ അച്ഛൻ. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോ എന്താണ്, തമ്പുരാന്റെ സഹായികളായിട്ട് വന്ന മൂപ്പന്മാരുണ്ട്, അവരാണ് പല്ലൊക്കെ എടുക്കുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു രീതിയിൽ തമ്പുരാന്റെ കൂടെ സഹായികളായിട്ട് വന്നവരായിരിക്കും നിങ്ങളുടെ പൂർവ്വികർ? അതെ, വലിയ തമ്പുരാന്റെ സഹായി ആയിരുന്നു. വലിയ തമ്പുരാൻ അന്ന് ഏൽപ്പിച്ചിരുന്ന ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കോഴീനെ വെട്ടുന്ന കാലമായിരുന്നു, കോഴീനെ ബലി കൊടുക്കുന്ന കാലമായിരുന്നു. ആ ബലി ഇവിടെ നടക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ആ ബലിക്കല്ല് സൂക്ഷിക്കാനുള്ളൊരു ചുമതല ഞങ്ങളുടെ തറവാട്ടിലെ മുത്തച്ഛന്മാർക്ക് ഉണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കണം. പിന്നെ അതുകൂടാതെ ഇവിടെ അന്ന് ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇവിടെ ബലി കൊടുക്കുന്ന കോഴികളെ ഇവിടെ തന്നെ അറുത്ത് മാംസം ഇവിടെ തന്നെ പാകം ചെയ്ത് അടപ്പൊക്കെ കൂട്ടിയിട്ട് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളൊരു ശ്രദ്ധ വേണം എന്ന് വലിയ തമ്പുരാൻ പറഞ്ഞിട്ട് കാരണന്മാരതെല്ലാം വളരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുമതല കൂടി ഉണ്ടായിരുന്നു. ഇതിനെല്ലാനും അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കഞ്ഞി വീഴ്ത്തലുണ്ടായിരുന്നു. അതിപ്പോൾ നിലച്ചുപോയി. കാർത്തിക വീഴ്ത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നെല്ലാവർക്കും ഇവിടെ കാർത്തിക നാളിൽ വരുന്നവർക്ക് കഞ്ഞി കൊടുക്കുന്ന, തമ്പുരാൻ്റെ കഞ്ഞി കൊടുക്കുന്ന ഒരു ചടങ്ങ്, കഞ്ഞി കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല. അപ്പം ഇതിനൊക്കെ നമ്മൾ സഹായിയായിട്ട് അന്ന് നിന്നിരുന്നതാണ്. അപ്പം ആ സഹായത്തിനായിട്ട് നമുക്ക് ദേവിയുടെ ഒരു അനുഗ്രഹത്താൽ സിദ്ധിച്ചിരിക്കുന്നതാണ് ആ തവിട്ടുമുത്തിയുടെ
അവകാശവും പിന്നെ ഈ കോഴിക്കല്ല് പുനഃസ്ഥാപനവും നമ്മളിതില് ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് മാത്രമാണോ നിങ്ങൾക്ക് ചുമതലകളുള്ളത്? അതെ, ഭരണിയോടനുബന്ധിച്ച് മാത്രം ഞങ്ങൾക്ക് ഈ ചുമതലയേ ഉള്ളൂ. ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ കൂടാതെ നമുക്ക് ഇതിന് ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ദേവസ്വത്തിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു തുക തരും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 അണയിലാണ് തുടങ്ങിയേക്കണം എന്നാണ് പറയണേ. 4 അണ. ഇന്നിപ്പോ അണ പോയിട്ട് ഇപ്പോ അത് ചെറിയൊരു ഭേദഗതി വന്നിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, എന്നാലും ഭഗവതിയുടെ ഒരു നേർച്ച എന്നുള്ള രീതിയിലാണ് അതെ, നമ്മൾ അതിനൊന്നും നമ്മൾ കണക്ക് പറയില്ല. തികയാത്തൊരു എമൗണ്ട് ആയിരിക്കും എനിക്കറിയാം. കാരണം എന്താണ്, നമ്മുടെ മലയന്തട്ടാന് അവിടുത്തെ കുട്ടികളുടെ വിവാഹത്തിന് 1 രൂപ 8 അണ താലി മേടിക്കാൻ എന്നുള്ള ഒരു കണക്കാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പതിവ് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കണക്കാണ്. നമ്മളൊന്നും ഇതിനെ നമ്മള് കണക്ക് പറയില്ല, കാരണം പറയാൻ പാടില്ല. ദേവിയുടെ അനുഗ്രഹം നമുക്കുണ്ടാവും, അതേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഈ ചെയ്യുന്ന ചടങ്ങുകൾക്ക്. അപ്പോ സത്യം പറഞ്ഞാല് പോലീസും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഒരു വോളണ്ടിയേഴ്സും ഒക്കെ വരുന്നതിന് മുമ്പ് ഇവിടത്തെ സുരക്ഷാ ചുമതലയായിരുന്നു ഭരണകാലത്ത് തമ്പുരാൻ നിങ്ങളെ അതൊക്കെ ഒന്നും നമ്മൾ നോക്കി നടത്താൻ കിടക്കുന്നില്ല എന്നുള്ള ഒരു മേൽനോട്ടം. അപ്പോ ഭരണി മഹോത്സവത്തിന്റെ 2024 വർഷത്തെ ഭരണി മഹോത്സവത്തിന്റെ അവസാനത്തെ ചടങ്ങാണ് നമ്മൾ ഇന്ന് കണ്ടത്. അത് ഈ കുടുംബക്കാരാണ് ചെയ്തത്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി രാവിലെ തൊട്ട് ഇവിടെ അടിച്ചുതളി അങ്ങനെയുള്ള കാര്യങ്ങളും ക്ലീനിങ്, കഴുകുക ഇതെല്ലാം കഴിഞ്ഞ് തമ്പുരാനെ മുഖം കാണിച്ച് തമ്പുരാന്റെ അനുവാദത്തോടു കൂടി കോഴിക്കല്ല് പഴയപടി പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ അമ്മേ ശരണം, ദേവി ശരണം.